ഹലോ നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കുഞ്ഞനിയൻ ഗൾഫിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതാണ്. അപ്പോൾ പ്രവാസിയാവാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതിന് മുൻപ് അവൻ പോയിട്ടുണ്ട്, അമ്മയുടെ കൂടെ ഏട്ടൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വിസിറ്റിനായതുകൊണ്ട് എന്താ പറയുക, ജോലിക്കായിട്ടൊന്നുമല്ല. അപ്പോൾ പിന്നെ എൻജോയ് ചെയ്യാൻ പോകല്ലേ. ഇപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, ജോലിക്കായിട്ട് പോവാണ്. അപ്പോൾ ചെറിയൊരു വിഷമമില്ലാതില്ല, എന്നാൽ പിന്നെ സന്തോഷിക്കേണ്ട കാര്യം അതുകൊണ്ട് സന്തോഷമുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ 12 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചെങ്കിലും ആർക്കും ആ സമയത്ത് കഴിക്കാനൊന്നും തോന്നിയില്ല. അപ്പോൾ കുറച്ചങ്ങോട്ട് പോയപ്പോൾ എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങിയിട്ടോ. അപ്പോൾ ഞങ്ങളൊരു വെജ് റെസ്റ്റോറൻറ്റ് നല്ല ഫുഡായിരുന്നില്ല. എയർപോർട്ടാട്ടോ ഞങ്ങൾക്ക് എടുത്ത് ഒരു 1.5 മണിക്കൂർ കൊണ്ട് എത്തും. പക്ഷേ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ കൂടുതലും എറണാകുളത്ത് നിന്നാണ് പോകാൻ വരികയൊക്കെ ചെയ്യുക. കുറച്ച് ദൂരം കൂടുതലെന്തെങ്കിലും ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല. ഞങ്ങൾ ഒരു 3:30 ആയപ്പോഴത്തേക്ക് എയർപോർട്ടിൻ്റെ അവിടെ എത്താനായി. ഞങ്ങൾ ചാവക്കാട് വഴിയാണ് കേട്ടോ പോയത്. എടപ്പാൾ കുന്നംകുളം വഴിയൊന്നും അല്ലാതെ ചാവക്കാട് വഴിയാണ് പോയത്. അപ്പോൾ റോഡ് അങ്ങനെ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത്ര നല്ല റോഡല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അധികം ബ്ലോക്കൊന്നും ഉണ്ടായില്ല. പിന്നെ എയർപോർട്ടിൽ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തി. പിന്നെ അവൻ ആദ്യമായിട്ടല്ല, ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ കൂടെ പോയിട്ടുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് പോകുന്നതല്ലേ. അപ്പോൾ പിന്നെ അനിയന്മാരൊക്കെ എത്ര വലുതായാലും നമുക്ക് കുഞ്ഞ് തന്നെയല്ലേ ആവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ എത്തി ലഗേജൊക്കെ വിട്ട് കുറച്ച് കഴിഞ്ഞ് അതേ വന്ന് തിരിഞ്ഞ് നോക്കാണ്ട് പോയിട്ടാണ്. പിന്നെ അവർക്കായിരിക്കും ഫോണിൽ എനിക്ക് ഇഷ്ടമില്ലാത്തത്. എൻ്റെ വീടൊക്കെ ആയിട്ട് അവരാരും വീടുന്നത് ഞാൻ തിരിഞ്ഞ് നോക്കാതെ കുറച്ച് നേരെ വിട്ടിട്ടുണ്ട്. ഞങ്ങളാക്കി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പാർക്കിങ്ങിലോട്ട് നടന്നു. കുറച്ചധികം വരാനുണ്ടല്ലോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ചു വരുവാണ്. വരുന്ന വഴിക്ക് മോളേനെ ഹോസ്റ്റലിലാക്കിയിട്ട് തൃശ്ശൂർ ഹോസ്റ്റലിലാക്കിയിട്ട് വരുന്ന വഴിയിലാണ് അവളുടെ ഹോസ്റ്റൽ കോളേജൊക്കെ വരുന്നത്. അപ്പം അവിടെ ആക്കിയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ വരിക. അങ്ങനെ അവളെ ഹോസ്റ്റലിലൊക്കെ ആക്കി അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇരുട്ടാവില്ല. ക്രിസ്മസിൻ്റെ കുറച്ച് ഡെക്കറേഷൻ, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഇരിക്കുന്നുണ്ട്, കുറച്ച് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു കട കണ്ടപ്പോൾ കയറിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിരുന്നിട്ട് ക്രിസ്മസ് ആഘോഷിച്ചാൽ മതി തോന്നുന്നു. എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്, വെറുതെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോകണ്ടല്ലോ അല്ലേ. അങ്ങനെ സാധനങ്ങളൊക്കെ കുറച്ചേ വാങ്ങാനുണ്ടായിരുന്നുള്ളൂ. സാധനം കുറച്ചേ വാങ്ങാനുള്ളൂ വെച്ചെങ്കിൽ പോലും ബില്ല് നല്ല അത്യാവശ്യത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കടയിൽ ഫാൻസിയും ഒക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള കടയാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു. അത്രയധികം വിശക്കുന്നില്ലെങ്കിലും വിശക്കായില്ല. പിന്നെ തൃശ്ശൂർ നമ്മളെ വീട്ടിലേക്ക് കുറച്ചുകൂടി ദൂരം ഉണ്ടല്ലോ. പിന്നെ എനിക്ക് എൻ്റെ ക്യാമറ മൊബൈൽ സ്റ്റാൻഡ് കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അതുവഴി വരുന്ന കാരണം കൊണ്ട് അവിടെ നിന്ന് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ ഗ്രൗണ്ടിൻ്റെ അതിലേക്ക് വന്നപ്പോൾ ഗ്രൗണ്ടിൽ കാറ് പാർക്ക് ചെയ്ത് അവിടെ ഗ്രൗണ്ടിനകത്ത് ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്നിങ്ങനെ നടന്ന് ഫുള്ള് ക്രിസ്മസിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് കുറേ കടകളിലൊക്കെ അതുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം ഒരു നീറ്റായിട്ടുള്ളൊരു ഭാഗമാണല്ലോ ഇവിടെ. എപ്പോഴും അത്യാവശ്യം നീറ്റായിട്ടാണല്ലോ ഇവിടെ കിടക്കുന്നുണ്ടാവുക. അതുകൊണ്ട് നമുക്ക് കൂടെ നടക്കാനൊക്കെ നല്ലൊരു ഫീലിംഗ് ആണല്ലോ. കച്ചറയൊന്നും കിടക്കാത്ത കാരണം കുറേ 2-3 ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഒരു റെസ്റ്റോറൻറ്റ് ഭാരത് റെസ്റ്റോറൻറ്റ്, നല്ല അടിപൊളി ഫുഡാണ്, സൂപ്പർ ഫുഡാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.